സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ആടലോടകം രണ്ട് തരത്തിലുണ്ട്, ചെറിയ ആടലോടകവും വലിയ ആടലോടകം. അത് വളരെ യൂസ്ഫുള്ളാണ്, മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ചെടിയാണ്. അത് നമ്മുടെ വീട്ടിലുണ്ട്, എൻ്റെ തോട്ടത്തിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നീട്. അതിൻ്റെ ഇല കുത്തിപ്പിഴിഞ്ഞ് അതിൻ്റെ നീര് കഫക്കെട്ടിനും ജലദോഷത്തിനും ഒക്കെ ഉപയോഗമുണ്ട്. ചെറിയ ആടലോടകമാണ് ഇത്. വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. എല്ലാവർക്കും ചുമയ്ക്ക്, കഫക്കെട്ടിന്, എല്ലാത്തിനും ആവശ്യമാണ്. ഈവൻ പ്രസവവേദന കുറയ്ക്കാൻ ആടലോടകത്തിൻ്റെ ജ്യൂസ് ഉപയോഗിക്കുന്നതാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ പീരീഡ്സിനെ സംബന്ധിച്ചുള്ള വിഷമങ്ങളും ബ്ലീഡിങ്ങും അതൊക്കെ കുറയ്ക്കാൻ ആടലോടകം യൂസ്ഫുള്ളാണെന്ന് കേട്ടിരിക്കുന്നുണ്ട്. പിന്നെ ശ്വാസം മുട്ടിന് ആടലോടകം വാട്ടിയിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതിനൊപ്പം തേനെടുത്ത് കഴിച്ചാൽ നല്ലതാണ്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് പനിക്കൂർക്കയും ആടലോടകവും കൂടിയാണ്. ഇത് വളരെ നല്ലതാണ്. ചുമ പനിയൊക്കെ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. വളരെ യൂസ്ഫുള്ളാണ്. ഒരു ഇതും വേണ്ട. ഗ്ലൈക്കോഡിൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഗ്ലൈക്കോഡിൻ എന്ന് പറഞ്ഞ് കഫ് സിറപ്പ് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഈ ആടലോടകം. ആടലോടകത്തിൻ്റെ പേരാണ് ഗ്ലൈക്കോഡിൻ. അപ്പോൾ ഇത് ചുമയ്ക്ക് നല്ലതാണ്, കഫക്കെട്ടിന് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ അത് കാരണം കൂടെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതാ നല്ല പോലെ അരിക്കുക. അരിച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ടീസ്പൂൺ ആടലോടകം നീരും 1 ടീസ്പൂൺ തേനും കൂടി ചേർക്കുക. ഷുഗറുള്ളവർ തേൻ ചേർക്കേണ്ട. ആടലോടകത്തിൽ പനിക്കൂർക്ക ചേർത്താൽ ഏറ്റവും ബെസ്റ്റാണ് ആടലോടകത്തിൽ കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. 1 ടീസ്പൂൺ ജ്യൂസ് ഒഴിച്ചു. ഇനി കുറച്ച് തേൻ, ചെറുതേനത് ഒരു ലേശം. കുട്ടികൾക്കാകുമ്പോൾ കൂടുതൽ ഒഴിച്ചോളൂ. ഷുഗറുള്ളവർ തേൻ ഒഴിക്കേണ്ട കേട്ടോ. തേൻ ഒഴിച്ച് നല്ല പോലെ ഇളക്കുക. അതിപ്പോൾ 1 ടീസ്പൂണെന്നുള്ള 2 ടീസ്പൂൺ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് വളരെ നല്ലതാണ്. പനിക്കൂർക്കയായാലും വളരെ നല്ലതാണ്. ഇത് കുടിച്ചാൽ നിങ്ങളുടെ ചുമയൊക്കെ ഇത് ഒരാഴ്ച അടുപ്പിച്ച് കുടിച്ചാൽ മതി. 2 തേൻ ചുമയൊക്കെ നന്നായി മാറും. വളരെ നല്ലതാണ്. ഒരു ഇംഗ്ലീഷ് മരുന്ന് കഫ് സിറപ്പ് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക ഒരിക്കലും മറക്കരുത്. പല കുട്ടികൾക്കും വലിയവർക്കും ഇത് അറിവ് കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.